ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കാസർഗോഡുകാരുടെ സ്വന്തം പെരുന്നാളപ്പം ബാട്ടുവത്തൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 2 മണിക്കൂർ മുന്നേ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് പച്ചരിക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല, നമുക്ക് കുറച്ച് കൂടുതൽ ലൂസായാലും നമുക്ക് ഇത് കുറുക്കിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഞങ്ങൾ പുതുക്കിയെടുക്കുമെന്ന് പറയും. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കുഴക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തേങ്ങാൻ്റെ പകുതിയാണ് ഒരു മുറി തേങ്ങാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത തേങ്ങയ്ക്ക് പകരം നമുക്ക് തേങ്ങ സ്ലൈസ് ആക്കിയിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില ആൾക്ക് അങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ 3 പരത്തിയെടുക്കാം നമുക്ക്. അപ്പോൾ അതാ ഇതുപോലെ 3 ഒന്നാകെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ കോട്ടൺ തുണിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതലാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പരത്തുന്ന ഇടയ്ക്ക് തന്നെ ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് ഫ്രൈ ആയി വരില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് പെരുന്നാളിന് സെയിൽ ചെയ്യുന്ന ഒരു ഡ്രൈ സ്നാക്ക് കൂടിയാണ്. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാട്ടുപത്തൽ റെഡി ആയിട്ടുണ്ട്. ഇത് ചില സ്ഥലത്ത് ചട്ടിപ്പത്തൽ എന്നും പറയും. അപ്പോൾ ഇത് പെരുന്നാൾ സ്പെഷ്യൽ ഡ്രൈ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. മുട്ടയിൽ ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തൊടുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.